ഹായ് ഫ്രണ്ട്സ്, ഐ എം ബാക്ക് ആഫ്റ്റർ വെരി ലോങ് ബ്രേക്ക്. ഈ വീഡിയോയിൽ നമുക്ക് എന്താണ് ഫീൽഡ് ഡിവൈസസ്, എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഒരുപാട് മെക്കാനിക്കൽ എക്യുപ്മെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മെക്കാനിക്കൽ എക്യുപ്മെൻസിൻ്റെ വാരിയസ് പാരാമീറ്റേഴ്സ് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ടി വരും. ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, വെലോസിറ്റി, അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെഷർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ പല സ്റ്റേറ്റസുകൾ, നമ്മുടെ എയർ ഫിൽറ്റേഴ്സ് ക്ലോഗ് ആയിട്ടുണ്ടോ എന്നുള്ള സ്റ്റേറ്റസ്, പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പല സെൻസേഴ്സുകളാണ് ഫീൽഡ് ഡിവൈസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോട്ടോർ മെക്കാനിസം, അതിന് വാൽവ് ആക്ച്വേറ്റർ എന്ന് പറയും. അതേപോലെ തന്നെ ഡാമ്പേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടോർ മെക്കാനിസംസ്, അതിനെ ഡാമ്പർ ആക്ച്വേറ്റേഴ്സ് എന്ന് പറയും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള സെൻസേഴ്സുകളും പലതരത്തിലുള്ള ആക്ച്വേറ്റേഴ്സുകളും കൂടിയുള്ള ഒരു ഫിസിക്കൽ കോമ്പണൻസിന് പറയുന്നതാണ് ഫീൽഡ് ഡിവൈസസ്. ഇതൊരു ഡക്റ്റ് ടെമ്പറേച്ചർ സെൻസറാണ്. അതായത് AC ഡക്റ്റിൽ ഇൻസെർട്ട് ചെയ്ത് അതിൽ കൂടി പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ സെൻസറാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ സെൻസിങ് പ്രോബ് എന്ന് പറയുന്നത്. ഈ സെൻസിങ് പ്രോബാണ് ഡക്റ്റിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലുള്ള ടെർമിനലിൽ നിന്ന് നമുക്ക് കണക്ഷൻസ് BMS കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടെർമിനൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് ടെർമിനൽ ഉണ്ടായിരിക്കും. ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്നാണ് പറയാം. പക്ഷേ നമുക്കതിന് ടെർമിനൽസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഈ ഒരു ടെർമിനലിൽ നിന്നാണ് നമ്മൾ BMS കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ സെൻസറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10 kilo ohm ആണ്. അതായത് ഇതൊരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് സെൻസറാണ്, NTC സെൻസറാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, അതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ഫംഗ്ഷനാണോ വേണ്ടത് ആ ഫംഗ്ഷന് അഗൈൻ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതും ഒരു ടെമ്പറേച്ചർ സെൻസറാണ്, പക്ഷേ ലിക്വിഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് AC കേസിലാവുമ്പോൾ, HVAC കേസിലാവുമ്പോൾ ചിൽഡ് വാട്ടർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അങ്ങനത്തെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, അങ്ങനത്തെ ആപ്ലിക്കേഷനാണ്. പക്ഷെ നമുക്ക് ഈ സെൻസർ ഡയറക്റ്റ്ലി പൈപ്പിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമായിട്ട് കോണ്ടാക്ട് വന്നാൽ കുറേ കഴിയുമ്പോൾ അത് റെസ്റ്റ് ചെയ്യും, ഡാമേജ് ആയി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ പൈപ്പിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ലിക്വിഡ് പോകുന്ന പൈപ്പിൽ ആദ്യം നമുക്കൊരു പോക്കറ്റ് ഇൻസെർട്ട് ചെയ്യണം. ഇതാണ് പോക്കറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊരു ബ്രാസ് യൂണിറ്റ് ആണ്. അപ്പം ഈ പോക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ പൈപ്പിലേക്ക് ആദ്യം ഹോള് എല്ലാം ചെയ്തിട്ട് ഇൻസെർട്ട് ചെയ്യണം. ഇൻസെർട്ട് ചെയ്തിട്ട് അവിടെ ഒരു ത്രെഡിങ് എല്ലാം ചെയ്ത് നമുക്ക് ഈ ഭാഗം അതിലേക്ക് ത്രെഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ത്രെഡ് കണ്ടില്ലേ ഈ ഒരു സൈഡിൽ? ഈ ത്രെഡ് ഈ യൂണിറ്റ് നമുക്കത് ത്രെഡ് ചെയ്തിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്യും, പെർമനൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ സെൻസർ എന്ത് ചെയ്യാൻ പറ്റും? സെൻസർ കണ്ടോ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യാം. കണ്ടോ, ഈ സെൻസർ ഈ പോക്കറ്റിനകത്തായി. കാരണം ഇതൊരു ബ്രാസ് യൂണിറ്റ് ആണ്. അപ്പം ഇതിൽ റെസ്റ്റിംഗ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ഇവിടെ നിന്ന് വെള്ളം അകത്തേക്ക് കയറില്ല. അപ്പം ഈ ഒരു സെൻസറാണ്, ഈ ഒരു മെക്കാനിസമാണ്, ഇതിനെ പോക്കറ്റ് എന്നാണ് പറയാം. ഈ ഒരു മെക്കാനിസമാണ് നമ്മൾ ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ എനി ലിക്വിഡ്, ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനും രണ്ട് ടെർമിനൽസ് തന്നെയാണുള്ളത്. ഈ രണ്ട് ടെർമിനൽസാണ് BMSലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ AC-യിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്ക് ഫിൽറ്റർ, പ്രീ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലെല്ലാം ഈ ഫിൽറ്ററുകളെല്ലാം ഡസ്റ്റായിട്ട് ക്ലോഗ്ഡ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് BMS സിസ്റ്റത്തിലേക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസിങ് ഡിവൈസാണ് ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഫാനുകൾ, ഫാൻസുകൾ, ബ്ലോവർ ഫാൻസ്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ആക്ച്വലി അതിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എയർ ഫ്ലോ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ബെൽറ്റ് ബ്രോക്കൺ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. ഇതും
ഒരു ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡിഫറെൻ്റ് ആണ്. ഇത് ലിക്വിഡ് അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് നോർമലി ഇത് ലിക്വിഡ് ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പമ്പുകൾക്ക്, വാട്ടർ പമ്പ്സുകൾ, ചിൽഡ് വാട്ടർ പമ്പ്സ്, ഫ്രഷ് വാട്ടർ പമ്പ്സ്, അതേപോലെ തന്നെ സിവേജ് വാട്ടർ പമ്പ്, ഇങ്ങനത്തെ എല്ലാം പമ്പുകൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, അത് ശരിക്കും പമ്പ് ചെയ്യുന്നുണ്ടോ, അതിൽ കൂടി ഫ്ലോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഇതിലും അതേപോലെ തന്നെ 2 ടെർമിനൽസ് ഉണ്ട്, 2 ട്യൂബ്സുകൾ, ടെർമിനൽസ് അല്ല ട്യൂബ്സ്. ഇതൊരു ട്യൂബാണ്, അതുപോലെ തന്നെ ഇതൊരു ട്യൂബാണ്. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ ട്യൂബുകൾ എന്ത് ചെയ്യുന്നു, ഒരു മോട്ടോറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ലിക്വിഡ് അപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റുകൾ. അപ്പോൾ അതിൽ കൂടി ശരിക്കും ലിക്വിഡ് ഫ്ലോ ഉണ്ടോ എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് അവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചില വാൽവുകളിൽ, ചില പ്രൊജക്റ്റുകളിൽ ചില വാൽവുകൾ ക്രിട്ടിക്കൽ വാൽവ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേപോലെ തന്നെ ഡിഫറൻഷ്യൽ പ്രഷർ സ്വിച്ച് യൂസ് ചെയ്യും. ഇതിലും ഒരു സെറ്റ് പോയിന്റ് ഉണ്ടായിരിക്കും. ഈ സെറ്റ് പോയിന്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സെറ്റ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ സ്വിച്ചിങ് ആക്ടിവേറ്റ് ആവുക. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത് മോട്ടോറിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിൽ 2 പ്രഷർ പോയിന്റ്സുകളുണ്ട്, ഒരു പോസിറ്റീവ് പ്രഷർ പോയിന്റ്, ഒരു നെഗറ്റീവ് പ്രഷർ പോയിന്റ്. അപ്പോൾ സാധാരണ മോട്ടറിന് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റ് പ്രഷർ എപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, ഔട്ട്ലെറ്റ് പ്രഷർ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കും. അതായത് മോട്ടോർ പമ്പ് ചെയ്യുന്ന സൈഡിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് പ്രഷർ സൈഡ് എപ്പോഴും മോട്ടോർ പമ്പ് ചെയ്യുന്ന സൈഡിലാണ് കണക്ട് ചെയ്യേണ്ടത്, അതായത് ഡൗൺ സ്ട്രീമാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അപ് സ്ട്രീം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പമ്പിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പ്രഷർ സെൻസർ, നെഗറ്റീവ് ട്യൂബാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രഷർ സെറ്റ് പോയിന്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൽ സ്വിച്ചിങ് യൂണിറ്റ് ആക്ടിവേറ്റ് ആവും. ആ സ്വിച്ചിനെയാണ് നമ്മൾ BMS കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്നതും. എന്നിട്ട് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്കതിനെ എന്ത് അപ്ലിക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ പമ്പ് വാട്ടർ ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പമ്പിനെ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സിനെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പല ആപ്ലിക്കേഷൻസുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഓർ നോൺ ക്രിട്ടിക്കൽ അലാംസുകൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്മിറ്ററാണ്. നമുക്ക് ചില കേസസിൽ ഡിഫറൻഷ്യൽ പ്രഷർ മെഷർ ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത്, ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്മിറ്റർ. ഇതിന് 2 ഇൻലെറ്റ് ട്യൂബ്സുകൾ കാണാം, കണ്ടോ? ഇതൊരെണ്ണം, ഇതൊരു ഇൻലെറ്റ് ട്യൂബ്സ് ആണ്, ഇതും അതേപോലെ തന്നെ ഒരു ഇൻലെറ്റ് ട്യൂബ്സ് ആണ്. ഇവിടെ നമുക്കൊരു 2 പ്രഷറിൻ്റെയും ഒരു ഡിഫറൻസ് കിട്ടും, ഒരു ഡെൽറ്റ പി. അപ്പോൾ ഡെൽറ്റ പിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ ആണ് നമുക്ക് ഈ ടെർമിനൽ വഴി കിട്ടുക. ഇവിടെ 4 to 20 milliamps ആണ് ഇതിൻ്റെ സിഗ്നൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ പ്രഷർ വാല്യൂ നമുക്ക് കിട്ടും. ആ പ്രഷർ വാല്യൂവിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാൽക്കുലേഷൻസ് ചെയ്തിട്ട് പല ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊരു പ്രഷർ സെൻസറാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൈപ്പിൽ കൂടി പോകുന്ന വാട്ടറിൻ്റെ, ചിൽഡ് വാട്ടറിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിക്വിഡ്, ആ ലിക്വിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 0 to 500 PSI ആണ്. അതായത് ഇതൊരു ഹൈ പ്രഷർ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ്. ഈ സെൻസർ നമുക്ക് മെഷർ ചെയ്യേണ്ട പൈപ്പിലേക്ക് ഇത് ഇൻസെർട്ട് ചെയ്ത് വെക്കണം. ഇൻസെർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മൾ അതിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണം. ഇവിടെ നിന്നാണ് അത് സെൻസ് ചെയ്യുക. ഈ ഹോളിൽ കൂടിയാണ് അത് സെൻസ് ചെയ്യുന്നത്, പ്രഷർ സെൻസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് കുറേ ഇലക്ട്രോണിക് മെക്കാനിസം ഉണ്ട്, ട്രാൻസ്മിറ്റർ ഉണ്ട്. അതെല്ലാം ചെയ്ത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് BMS കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്നു. അഗെയിൻ BMS കൺട്രോളിൽ കോൺഫിഗർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിനനുസരിച്ചിട്ട് എന്ത് ഫങ്ഷൻ ആണോ ചെയ്യേണ്ടത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുന്നത്. ചില കേസസിൽ പ്രഷർ കൂടുമ്പോൾ നമുക്ക് പമ്പിങ് സ്പീഡ് കുറയ്ക്കേണ്ടി വരും, പമ്പിങ് ഫ്ലോ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് മോട്ടോറിൻ്റെ സ്പീഡ് വാരി ചെയ്യേണ്ടി വരും.
അപ്പം അതെല്ലാം ചെയ്യുന്നത് ഈ പ്രഷർ മോണിറ്റർ ചെയ്തിട്ടാണ്. ഇതിലേക്ക് ആക്ച്വലി ഇതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും 3 വയേഴ്സുകളാണുള്ളത്. ഒരെണ്ണം പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ്. ഇതിൻ്റെ സപ്ലൈ റേഞ്ച് എന്ന് പറയുന്നത്, പവർ സപ്ലൈ എന്ന് പറയുന്നത് 9 to 30 വോൾട്ട് DC ആണ്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 to 20 milliamps ആണ്. ഇതൊരു ഡെക്ക് മൗണ്ടഡ് CO2 സെൻസറാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡെക്റ്റിൽ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു CO2 സെൻസറാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ലോബി ഏരിയ, അതേപോലെ തന്നെ വലിയ ഹാൾസ്, അവിടേക്കാണ് അത് യൂസ് ചെയ്യുക. അപ്പം ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവുന്ന സമയത്ത് അവിടെ CO2-ൻ്റെ ലെവല് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ചിട്ട് അവിടേക്ക് ഡിമാൻഡ് ബേസ്ഡ് കൂളിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് CO2 സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ CO2 സെൻസർ എപ്പോഴും എന്ത് ചെയ്യും, AHUവിൻ്റെ റിട്ടേൺ ഡെക്കിലാണ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് വരുന്ന എയറിലുള്ള CO2 വാല്യൂവിനെ ഇത് മെഷർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് BMS കൺട്രോളിലേക്ക് സിഗ്നൽ കൊടുക്കും. 4 to 20 milliamps ആയിട്ടോ അല്ലെങ്കിൽ 0 to 10 വോൾട്ട് ആയിട്ടോ BMS കൺട്രോളിലേക്ക് കൊടുക്കും. എന്നിട്ട് BMS കൺട്രോൾ എന്ത് ചെയ്യും, അതിനെ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആക്ഷൻ BMS കൺട്രോളാണ് ഡിസൈഡ് ചെയ്യുക എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ CO2 ലെവൽ ഒരു ഏരിയയിലുണ്ടെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യണം, കൂടുതൽ ഫ്രഷ് എയർ സപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് കൂളിംഗ്, ഡിമാൻഡ് കൂളിങ്ങും നമുക്ക് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ CO2 ലെവൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ കൂടുതൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടേക്ക് കൂടുതൽ കൂളിംഗ് എയർ കൊടുക്കാൻ പറ്റും. അതായത് AHUവിൻ്റെ VFD കൂടുതൽ സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ കൂളിംഗ് കൊടുക്കാൻ പറ്റും. ഇതാണ് CO2 സെൻസറിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ചില ഏരിയകളിൽ നമുക്ക് സ്മോക്കിൻ്റെ കണ്ടാമിനേഷൻസ് CO2 സെൻസർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടറാണ്. മെയിൻലി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർ പാർക്ക് ഏരിയയിലൊക്കെ ഉണ്ടാവുന്ന കാർബൺ മോണോക്സൈഡ് ലെവൽ മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് എക്സോസ്റ്റ് ഫാൻസിനെയും അതേപോലെ തന്നെ ഫ്രഷ് എയർ ഫാൻസിനെയും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ കൂടുതൽ CO ലെവൽ വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെയുള്ള എക്സോസ്റ്റ് ഫാൻ ഉപയോഗിച്ചിട്ട് അതിനെ പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്ത് കളയാൻ പറ്റും. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് അവിടേക്ക് ഫ്രഷ് എയർ പുഷ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് CO സെൻസർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ CO സെൻസറിന് നോക്കൂ, ഇതേപോലെ 4 ടെർമിനൽസ് ആണുള്ളത്. ഒന്ന് പവർ പ്ലസ് ആൻഡ് മൈനസ്, പിന്നെ അതേപോലെ തന്നെ സിഗ്നൽ. നമുക്ക് സിഗ്നൽ 0 to 10 വോൾട്ട് സിഗ്നലും എടുക്കാൻ പറ്റും, അതേപോലെ തന്നെ 4 to 20 milliamps എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഈ ഡിവൈസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് ലെവലിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഈ അനലോഗ് സിഗ്നൽ കിട്ടുക, കൺട്രോൾ സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പം ഒരു 0 to 500 ppm ആണ് ലെവൽ എന്നുണ്ടെങ്കിൽ നമുക്ക് 0 to 10 വോൾട്ട് എന്നുള്ള സിഗ്നലിനെ റീസ്കെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ 4 to 20 milliamps. അതാണ് നമ്മളുടെ BMS കൺട്രോളർ ആ കിട്ടുന്ന വാല്യൂവിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് എക്സോസ്റ്റ് ഫാൻസിനും ഫ്രഷ് എയർ ഫാൻസിനും ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഇതൊരു ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്മിറ്ററാണ്. നമുക്ക് ചില കേസസിൽ ഡിഫറൻഷ്യൽ പ്രഷർ മെഷർ ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത്, ഡിഫറൻഷ്യൽ പ്രഷർ ട്രാൻസ്മിറ്റർ. ഇതിന് 2 ഇൻലെറ്റ് ട്യൂബ്സുകൾ കാണാം, കണ്ടോ? ഇതൊരെണ്ണം, ഇതൊരു ഇൻലെറ്റ് ട്യൂബ്സ് ആണ്, ഇതും അതേപോലെ തന്നെ ഒരു ഇൻലെറ്റ് ട്യൂബ്സ് ആണ്. ഇവിടെ നമുക്കൊരു 2 പ്രഷറിൻ്റെയും ഒരു ഡിഫറൻസ് കിട്ടും, ഒരു ഡെൽറ്റ പി. അപ്പോൾ ഡെൽറ്റ പിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അനലോഗ് വാല്യൂ ആണ് നമുക്ക് ഈ ടെർമിനൽ വഴി കിട്ടുക. ഇവിടെ 4 to 20 milliamps ആണ് ഇതിൻ്റെ സിഗ്നൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ പ്രഷർ വാല്യൂ നമുക്ക് കിട്ടും. ആ പ്രഷർ വാല്യൂവിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാൽക്കുലേഷൻസും ചെയ്തിട്ട് പല ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇതൊരു PM 2.5 ഡിറ്റക്ടറാണ്. PM 2.5 ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ എയറിലുള്ള ഫൈൻ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിറ്റക്ടറാണ്. അങ്ങനെ മെഷർ ചെയ്ത് കിട്ടുന്ന കോൺസെൻട്രേഷനെ അതിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള അനലോഗ് സിഗ്നൽ ആക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. അതായത് PLCയിലേക്കോ അല്ലെങ്കിൽ BMS കൺട്രോളിലേക്കോ. എന്നിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് കൂടുതൽ ടെസ്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻലെറ്റ് ഡാമ്പേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഒരു ഡിറ്റക്ടറിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പം ഈ ഒരു യൂണിറ്റാണ് നമുക്ക് എവിടെയാണോ ടെസ്റ്റ് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടത് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്ന ഭാഗം. ഇതൊരു ഡക്റ്റിൽ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് വെറുതെ നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാനും പറ്റും. എന്നിട്ട് ഇത് ചെയ്യുന്നു, കണ്ടോ ഇവിടെ ഒരു ഹോൾ കണ്ടോ, ഇവിടേക്കാണ് ഇത് കണക്ട് ചെയ്യാം. അപ്പം ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇവിടുന്ന് കിട്ടുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിനെ സാമ്പിൾ ചെയ്യും. എന്നിട്ട് പലതരത്തിലുള്ള സ്കാറ്ററിംഗ് മെത്തേഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കതിനെ കറസ്പോണ്ടിങ് സിഗ്നൽ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ 24 വോൾട്ട് സപ്ലൈ കൊടുക്കണം. പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 to 10 വോൾട്ട് ഓർ 4 to 20 മില്ലിയാം സിഗ്നൽ നമുക്ക്. ഇതൊരു FCU വാൽവിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആക്ച്വേറ്ററാണ്. ഇതൊരു ഓൺ ഓഫ് ആക്ച്വേറ്ററാണ്. ഇതിൽ കണ്ടോ 3 വയേഴ്സുകൾ കാണും. അപ്പോൾ ഒരെണ്ണം ഓപ്പൺ ആൻഡ് ഒരെണ്ണം ക്ലോസ്, പിന്നെ ഒരെണ്ണം ഗ്രൗണ്ട്. ഇങ്ങനെയാണ് 3 കണക്ഷൻസാണ് ഇതിൽ വരിക. പിന്നെ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ, വാൽവായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണിത്. അപ്പം ഇതിനകത്ത് ഉണ്ടാവുന്ന സ്പ്രിംഗ് മെക്കാനിസം, പിന്നെ അതേപോലെ തന്നെ ഒരു മോട്ടർ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും, വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യും. ഇതൊരു മോഡുലേറ്റിംഗ് വാൽവ് ആക്ച്വേറ്ററാണ്. DN50ക്ക് മുകളിലുള്ള വാൽവുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാൽവ് ആക്ച്വേറ്ററാണ് ഇത്. ഇതിൻ്റെ ഒരു കൺട്രോൾ നോബാണ്, മാനുവൽ കൺട്രോൾ നോബ് എന്ന് പറയും. അതായത് ഇൻ കേസ് പവർ പോയി നമുക്ക് വാൽവിനെ അർജൻറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രസ് ചെയ്തതിന് ശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വാൽവും ഓപ്പറേറ്റ് ചെയ്യും. ഇനി നമുക്കിതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ മോട്ടോർ എന്ന് പറയുന്നത്. ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് 0 to 10 വോൾട്ട് ആണ്. അപ്പോൾ 0 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 0% ഓപ്പൺ ആവും, ഓപ്പൺ ഓർ ക്ലോസ് ആവും. പിന്നെ അതേപോലെ തന്നെ 10 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യും, അതായത് 100% ഓപ്പൺ ഓർ ക്ലോസ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കണക്ഷൻ ടെർമിനൽസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കണക്ഷൻ ടെർമിനൽസ്. ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞ് കാണാം. പൊസിഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ Y എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, Y ആണ് കൺട്രോൾ സിഗ്നൽ. നമ്മുടെ BMS കൺട്രോളറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽ Yയിലാണ് കണക്ട് ചെയ്യുക. Yയുടെ തൊട്ട് താഴെ കാണുന്നത് ഡിജിറ്റൽ ഗ്രൗണ്ട് ആണ്. അപ്പോൾ ഈ 3 സിഗ്നൽസ്, ഒരു ഗ്രൗണ്ട് 2 സിഗ്നൽസും നമ്മളിവിടെയാണ് കൊടുക്കുക. 2 സിഗ്നൽ മീൻസ് ഒരെണ്ണം Y എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽ, അതായത് വാൽവ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും, പൊസിഷൻ എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ് വാൽവ് നിൽക്കുന്നതെന്നുള്ള ഫീഡ്ബാക്കുമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 24 വോൾട്ടാണ് കൊടുക്കേണ്ടത്. 24 വോൾട്ട് AC ആണ് കൊടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യാനുള്ള പവറാണ് 24 വോൾട്ട് AC. ഇനി നമുക്കിതിലെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നോക്കാം. ഇതാണ് ഈ കാണുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് സ്റ്റെം കണക്ടർ എന്ന് പറയും. സ്റ്റെം എന്ന് പറഞ്ഞാൽ നമ്മൾ വാൽവിൽ നിന്നുള്ള വാൽവിൻ്റെ ഷാഫ്റ്റാണ്. വാൽവിൻ്റെ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്, സ്റ്റെം കണക്ടർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള വാൽവ് ഓപ്പറേറ്റ് ആവുന്നത്. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വാൽവിനെ ഇതിലേക്ക് ക്ലാമ്പ് ചെയ്യും. വാൽവിൻ്റെ ബോഡി ഇതിലേക്ക് ക്ലാമ്പ് ചെയ്ത് വയ്ക്കും. ഈ ക്ലാമ്പ് അതിലേക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കും. ഇനി അതിനുശേഷം അതിൻ്റെ സ്റ്റെം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷാഫ്റ്റാണ്, വാൽവിൽ നിന്ന് വരുന്ന ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിനെ ഇതിലേക്ക് ക്ലാമ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റെം മൂവ് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വരും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു കൺട്രോൾ സിഗ്നലാണ്, 0 to 10 വോൾട്ട് കൺട്രോൾ സിഗ്നലാണ്. ഇനി കൂടുതൽ ഇതിൻ്റെ എങ്ങനെയാണ് കണക്ഷൻസും എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ഇനി വേറൊരു വീഡിയോയിൽ നമ്മളിതിനെക്കുറിച്ച് എല്ലാ ഡിവൈസസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, കണക്ഷൻസും പിന്നെ അതിൻ്റെ ഓപ്പറേഷൻ സീക്വൻസുകളെല്ലാം. അപ്പോൾ ആ സമയത്ത് നമ്മളിതെല്ലാം പറയുന്നതായിരിക്കും. ഈ കാണുന്നത് റിലേസ് ആണ്. റിലേസ് എന്ന് പറഞ്ഞാൽ ചില പാനലുകളിൽ നമ്മൾ 230 വോൾട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള വോൾട്ടേജുകളെ കൺട്രോൾ ചെയ്യേണ്ടി വരും. ആ ഒരു കേസിൽ BMSൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നൽസിനെ ഇതേ ടൈപ്പിലുള്ള റിലേകളിൽ കൂടി കടത്തിവിട്ടിട്ട് വേണം 230 വോൾട്ട് കൺട്രോൾ പാനലിലേക്ക് നമ്മൾ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റിലേസാണ് ഇത്. അതേപോലെ തന്നെ ഇത് വേറൊരു ടൈപ്പ് റിലേസാണ്. കോമൺലി ഈ ടൈപ്പ് റിലേ യൂസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ റിലേ, ഇതൊരു 12 വോൾട്ട് വെരി ലോ കറൻറ്റ് റിലേ ആണ്. ഈ റിലേ യൂസ് ചെയ്യുന്നത്
കൺട്രോളറിൽ നിന്ന് വരുന്ന അനലോഗ് സിഗ്നലിനെ നമുക്ക് ഡിജിറ്റലാക്കിയിട്ട് മാറ്റേണ്ടി വരും ചില കേസസിൽ. അപ്പോൾ ആ ഒരു കേസസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് റിലേസ് യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് റിലേസ് എന്നല്ല, ഈ ടൈപ്പ് പല റേഞ്ചിലും കിട്ടും. ബട്ട് ഇതിൻ്റെ ഒരു മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ലോ കറണ്ടാണ്. അതായത് കൺട്രോളറിൽ നിന്ന് കിട്ടുന്ന അനലോഗ് സിഗ്നൽ, അതായത് 0 to 10 വോൾട്ട് സിഗ്നലിൻ്റെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ കൺട്രോൾ സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ഡിജിറ്റലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു റിലേ ആണ് ഈ റിലേ എന്ന് പറയുന്നത്. ഇത് സാധാരണ ഒരു 24 വോൾട്ട് AC റിലേസ് ആണ്. അപ്പോൾ കൺട്രോളിൽ നിന്ന് വരുന്ന കൺട്രോൾ നമുക്ക് 24 വോൾട്ടാണ് നോർമൽ കൺട്രോളെല്ലാം പവർ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് കൺട്രോളറിൻ്റെ റിലേയിൽ കൂടി തന്നെ ആ വോൾട്ടേജിനെ കടത്തി വിട്ടിട്ട് കൺട്രോൾ പാനൽ സൈഡിലേക്ക്, അതായത് എക്യുപ്മെൻറ്റിൻ്റെ കൺട്രോൾ പാനൽ സൈഡിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് റിലേസുകൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങളെല്ലാം ഇനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എവിടെ ഏത് കേസിലാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ നമുക്ക് പഠിക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. അതായത് ഇതിൽ തെർമോസ്റ്റാറ്റ് ഫങ്ഷനും നടക്കും, അതേപോലെ തന്നെ ഇതിനൊരു കമ്മ്യൂണിക്കേഷൻ ബസ്സുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ്ലി BMS ലൂപ്പിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു FCU അതേപോലെ തന്നെ AHUനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തെർമോസ്റ്റാറ്റാണ്. അപ്പം ഇത് കണ്ടോ, ഇത് പവർ ബട്ടനാണ്. ഇത് അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അതുപോലെ തന്നെ മെനു ഓപ്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് FCUs ഒക്കെ ആണെങ്കിൽ 3 സ്പീഡ് ഫാൻസുകളാണ് ഉണ്ടായിരിക്കുക. അതായത് ലോ സ്പീഡ്, മീഡിയം സ്പീഡ് ആൻഡ് ഹൈ സ്പീഡ്. അപ്പം അതിലുള്ള സ്പീഡ് വാരി ചെയ്യാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ടും സെറ്റ് പോയിന്റ് അപ്പ് ചെയ്യാനും ഇതേപോലെ സെറ്റ് പോയിന്റ് ഡൗൺ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഡിവൈസ് ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ടെർമിനൽ പോർഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്നുള്ള. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത്. അതിൽ L-ഉം N-ഉം 230 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഹൈ, മീഡിയം ആൻഡ് ലോ 3 ടെർമിനൽസ് കണ്ടോ. ഇത് ഫാൻസിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫാൻസ് ലോ സ്പീഡിൽ വർക്ക് ചെയ്യാനും മീഡിയം സ്പീഡിൽ വർക്ക് ചെയ്യാനും അതേപോലെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ മറ്റേ സൈഡിൽ നോക്കൂ, ഒരു ഗ്രൗണ്ട് കാണാം. പിന്നെ A02 കാണാം, A01 കാണാം. ഈ A01 ആൻഡ് 2 യൂസ് ചെയ്യുന്നത് നമുക്ക് വാൽസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോഡുലേറ്റിംഗ് ടൈപ്പ് വാൽവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൽ 0 to 10 വോൾട്ട് ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പം മോഡുലേറ്റിംഗ് വാൽവിലേക്ക് നമുക്കത് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഗ്രൗണ്ടാണ്, അതിൻ്റെ വീണ്ടും ഒരു ഗ്രൗണ്ടാണ്. പിന്നെ NTC, നമുക്ക് അഡീഷണൽ ഒരു ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, NTC ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിലും NTCയിലും കൂടി കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് അഡീഷണൽ ഒക്യുപ്പൻസി മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു റൂമിലേക്ക് ഡോർ കോണ്ടാക്ട് സെൻസർ വെച്ച് റൂമിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്യുന്ന വിധത്തിൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണ് OCC എന്ന് പറയുന്നത്. OCC ആൻഡ് കോമൺ. പിന്നെ AB എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബസ്സാണ്. അപ്പോൾ ഈ ഡിവൈസ് എന്ന് പറയുന്നത് ഇതൊരു മോഡ്ബസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്ന തെർമോസ്റ്റാറ്റാണ്. അപ്പം മോഡ്ബസ് ഗേറ്റ്വേയിലേക്ക് ഇതിനെ ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോസ്റ്റാറ്റ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കോമൺലി യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ് ബാക്ക്നെറ്റ് ആൻഡ് മോഡ്ബസ് ഫോർ BMSന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പം സീരിയൽ ബാക്ക്നെറ്റ് ആണെങ്കിലും ഇതേപോലെ A ആൻഡ് B ടെർമിനൽസുകൾ ഉണ്ടായിരിക്കും. ഇതും ഒരു ഫീൽഡ് ഡിവൈസസ് ആണ് കേട്ടോ. ഈ തെർമോസ്റ്റാറ്റ്സുകളും ഒരു ഫീൽഡ് ഡിവൈസസ് ആണ്. പിന്നെ വീണ്ടും കുറേ ഫീൽഡ് ഡിവൈസസ് ഉണ്ട്, പക്ഷേ ലിമിറ്റഡ്. എൻ്റെ കയ്യിൽ ഒരുപാട് ഡിവൈസസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നമുക്കിതിൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനതിൻ്റെ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാനതിൻ്റെ ഡ്രോയിങ് എല്ലാം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരട്ടെ.